100 ചില്ലുവാന സ്റ്റേജിൽ ബെസ്റ്റ് ആക്ടറും നല്ല നടനും മേടിച്ച ആളാണ് ഞാൻ. പഠിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും തെറ്റിപ്പണ്ട് ഞാൻ ബാക്കിന്ന് പറഞ്ഞു കൊടുക്കും. സീരിയലിലും സഹായിക്കുന്നില്ല ഇങ്ങനെ ഡയലോഗ്? അല്ല, സീരിയൽ അത് നടക്കില്ലല്ലോ. ഈ സിനിമയ്ക്കൊക്കെ എന്ന് വെച്ചാൽ പഴയ പോലെ അല്ല, ഒത്തിരി മാറ്റമുണ്ട് ഇപ്പൊ സിനിമ. അഭിനയത്തിൽ തന്നെ മാറ്റമല്ലേ? മൊത്തത്തിൽ മാറ്റമുണ്ട്. പക്ഷെ സീരിയൽ അങ്ങനെയല്ല, പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ ഇപ്പോഴത്തന്നെയാണ്. കേട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയാൻ പാടില്ലാത്ത പലരും ഉണ്ട്. അപ്പൊ എൻ്റെ ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിനക്ക് എന്തെങ്കിലും മുഖത്ത് അവൻ പറഞ്ഞ വർത്താനെന്നറിയില്ല, അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. അവിടെ പ്രോമിറ്റ് ചെയ്യുന്നുണ്ട്, അത് കേട്ട് പറയുക, പൈസ മേടിക്കുക. എല്ലാ സീരിയലും എടുത്ത് നോക്കിയോ, ഈ പറയുന്ന സാധനം തന്നെയായിരിക്കും. ഒരു കാര്യമില്ലാത്ത ഒരു ഗർഭം തലയണ വെച്ചുകൊണ്ട് കിടന്നിട്ട് 10 സീരിയലിനകത്തുണ്ട്, എല്ലാത്തിനകത്തുണ്ട്. ഒരാണിനെ 3 പെണ്ണുങ്ങൾ സ്നേഹിക്കുക ചുമ്മാ. അതാണ് സീരിയലിനകത്ത് ഇപ്പൊ ഏറ്റവും വലിയ. പക്ഷെ നമ്മളൊക്കെ അഭിനയിക്കുന്നതുകൊണ്ടാണ് പൈസക്ക് വേണ്ടി മാത്രമാണ്. കേരളത്തിൽ ഇപ്പൊ പെണ്ണുങ്ങളെ കിട്ടാനില്ല ആണുങ്ങൾക്ക്. പക്ഷെ സീരിയലിനകത്തുണ്ടല്ലോ 4-5 പെണ്ണുങ്ങൾ ആണുങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കാണ്. പ്രായമുള്ളവൻ 2 പിള്ളേരുള്ളവനൊക്കെ. എന്തൊരു കഥയാണ് ഇത്. ഈ പട്ടുസാരി എടുത്ത് മറ്റേ ഇത് വിട്ട് ആരെങ്കിലും കിടന്നുറങ്ങും. നമ്മുടെ വീട്ടിൽ ഷമീദലൊക്കെ ഞങ്ങളെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ്. പുള്ളി ആദ്യം വിചാരിച്ച് ഞങ്ങളൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു ആ സമയത്ത്. ഇതൊക്കെ കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് നടന്ന സംഭവം. 5 റിഹേഴ്സൽ എടുത്തു, 8 റിഹേഴ്സൽ എടുത്തു. പുള്ളിക്ക് കിട്ടുന്നില്ല ഈ സംഭവം. സിനിമയിലുള്ളവന്മാരൊക്കെ ഉണ്ട്, വേറെ തെറിയാ പറഞ്ഞത്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു സീരിയലൊന്ന് അഭിനയിക്കണം കേട്ടോ. നമസ്കാരം. 54 വർഷമായി മലയാള മിനി സ്ക്രീനിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന, തൊട്ടതെല്ലാം പൊന്നാക്കിയ, നാടകത്തിൽ നിന്ന് സിനിമാ സീരിയൽ രംഗത്തിലേക്ക് ചുവടുറപ്പിച്ചു നിൽക്കുന്ന നമ്മുടെ സ്വന്തം കോട്ടയം റഷീദിക്കയ്ക്ക് ഹൃദയപൂർവ്വം ടേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. റഷീദിക്ക, ടേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇക്കാടെ നമ്മുടെ ആക്ടിംഗ് കരിയറിന്റെ തന്നെ തുടക്കം മിമിക്രി നാടകം ഒക്കെ വെച്ചല്ലേ? മിമിക്രി അല്ലായിരുന്നു. മിമിക്രി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മിമിക്രി. ഒരു 10 വയസ്സ് ഒക്കെ തന്നെ വീട്ടിൽ ഓരോ സിനിമ കണ്ടിട്ട് കാണിക്കുമായിരുന്നു. ഞാൻ നാടകം തുടങ്ങുന്നതെന്ന് പറഞ്ഞത് ഒരു 14 വയസ്സിലാണ്, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ അത് ഓരോരുത്തർ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു വാശി തോന്നി, നാടകം ചെയ്യണം. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യുദ്ധം എന്ന് പറഞ്ഞൊരു നാടകം എടുത്തു, അഭിനയിച്ചു. വാശിക്ക് അഭിനയിച്ചു, മത്സരിച്ചു, ഫസ്റ്റ് പ്രൈസ് കിട്ടി, ബെസ്റ്റ് ആക്ടറും കിട്ടി. അവിടെയാണ് ഇത് തുടക്കം. അങ്ങനെ നടനായി. അപ്പം അങ്ങനെയാണ് നടനായത്. പിന്നെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി പല നാടകങ്ങളിലും. പിന്നെ അതൊരു ജ്വരമായിട്ട് മാറിയിട്ട് ഈ ഞങ്ങളുടെ നാട്ടിൽ ഈ മാട്ട നാടകം എന്ന് പറയും, അതായത് മത്സര നാടകങ്ങൾ. എവിടെ? നാട്ടിലുണ്ട്, എല്ലാ കേരളത്തിലും മൊത്തം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പം എല്ലാം നിന്നുപോയി, ഇപ്പോൾ അതില്ല. അപ്പോൾ ഏത് മത്സരം എവിടെ നടന്നാലും ശരി ഞങ്ങൾ മത്സരത്തിന് പേര് കൊടുക്കും. അങ്ങനെ ദുർഗം എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. അതൊരു 10-200 സ്റ്റേജുകളിൽ കളിച്ച് ഒരു 100 ചില്ലുവാന സ്റ്റേജിൽ ബെസ്റ്റ് ആക്ടറും നല്ല നടനും മേടിച്ച ആളാണ് ഞാൻ. അപ്പം ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് അഭിനയത്തിലെ ഒരു സിംഹത്തിനെയാണ്. അതേ ഉള്ളൂ. അന്ന് അതായത് എനിക്കൊരു 15-16 വയസ്സുള്ളപ്പോൾ ഞാൻ ദുർഗം എന്ന് പറഞ്ഞൊരു നാടകം അതൊരു വലിയ രീതിയിൽ കണ്ടിട്ട് ഞാനത് വീട്ടിൽ വന്ന് കോപ്പി അടിച്ച് എഴുതിയ സാധനം. ഞാൻ തന്നെ എഴുതിയത് കഥ എഴുതി എടുത്തിട്ട് മത്സരം 20 മിനിറ്റ് ആക്കിയിട്ട് ചുരുക്കി അങ്ങനെയാണ് മത്സരത്തിന് പോയിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഡയലോഗ് പോലെ, അതായത് ഒരു 10, 50, 52 കൊല്ലമായി ആ ഡയലോഗ് പോലും ഞാൻ മറന്നിട്ടില്ല. പറയാം. അപ്പം എന്ത്, ഒരു മുതലാളി തൊഴിലാളിയോട് പറയുന്ന ഒരു സംഭവമുണ്ട്. പിരിച്ചുവിടപ്പെട്ട 30 തൊഴിലാളികൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വകഞ്ഞു പറഞ്ഞിരിക്കുമ്പോൾ വീട്ടിൽ വിഭവസമൃദ്ധമായ തീൻവശം മുതലാളിയുടെ കൊച്ചുമക്കൾക്ക് പോരാ, അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയും, ഭാർഗവ നീ ഇത് ചെയ്യരുത്. ചെയ്യും സാർ. അങ്ങനെ കുറേ സാധനങ്ങളാണ്. അത് ഒരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് പറയും, ഒരു തൊഴിലാളി ഒന്നിച്ചും പറയും, സാറേ അങ്ങനെ ചെയ്യരുത്. എടാ, സ്വന്തം ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ പണം വായ്പയായി പോലും തരാൻ സന്മനസ്സില്ലാത്ത മുതലാളിയോടാണ് നിനക്ക് ഈ കരുണ. പറയും, മുതലാളി ദുഷ്ടനായിരിക്കാം, പക്ഷേ ആ കുഞ്ഞു മക്കൾക്ക് എന്ത് പഴച്ചു എന്ന് പറയും. നമുക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പുഴുക്കളെ പോലെ ജീവിക്കാൻ അർഹതയുള്ളൂ. അവൻ്റെ മക്കൾ ജീവിച്ചിരിക്കും. അവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ എന്തുണ്ടാകുമെന്ന് എനിക്കൊന്ന് അറിയണം. 52 കൊല്ലം മുമ്പുള്ള സാധനമാണത്, ഞാൻ മറന്നിട്ടില്ല. അതാണ് എൻ്റെ ഈ കലയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. അതാണ് കണ്ണുവരെന്നറിയും. നാടകത്തിൽ ഈ ഡയലോഗ് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നാടകം മുഴുവൻ ഞാൻ പിടിക്കും. മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും തെറ്റിപ്പണ്ട് ഞാൻ ബാക്കിന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു കഴിവ് എനിക്ക് ദൈവം തന്നതായിരിക്കാം ചിലപ്പോൾ. 15 വർഷം നാടകം അഭിനയിച്ചു. സീരിയലിലും സഹായിക്കുന്നില്ല ഇങ്ങനെ ഡയലോഗ്? അല്ല, സീരിയൽ അത് നടക്കില്ലല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോമിറ്റ് ചെയ്യാൻ സമ്മതിക്കുകയല്ല അധികം. ഞാൻ മൊത്തം പഠിച്ചിട്ട് ഞാൻ പറയാറുള്ളൂ. അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അതിനൊരു വികാരമുണ്ട്.
കേട്ട് പറയുന്നതും നമ്മൾ മനസ്സ് വരിച്ച് പറയുന്നതും നമ്മൾ രണ്ട് വികാരം ഫേസ് വരും. അങ്ങനെ സീരിയലിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മാറ്റി നിർത്താത്ത ഒരു ഇതാണ് മത്യസുഖം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ടെലിവിഷൻ കാണുന്ന അല്ല മലയാളികൾക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്ന 10-20 കൊല്ലമായിട്ട് ഇപ്പോഴും എന്നെ ആ പേരിൽ തന്നെ വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കുന്നത്. മത്യസുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അതെ, അത് ഞാൻ പറയാറുണ്ട്. അത് നല്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് മുത്തശ്ശി കാണുമ്പോൾ അതിന്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര അഭിനയമല്ല, അത് വേറെ എന്നെ സംഭവം അറിയൂ. അത് ഞാൻ എൻ്റെ ഒരു കഴിവ് മാത്രമല്ല, എഴുതി വെക്കുന്ന ഒരു സാധനം. ഒരു ഡയറക്ടർ നമ്മളെ ഫ്രീ ആയിട്ട് വിടുന്നു, റെസ്ട്രിക്ഷൻ ഇല്ല, എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞൊരു വിട്ട ആളാണ് കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ എൻ്റെ ഡയറക്ടർ. ഇക്കാക്ക് റെസ്ട്രിക്ഷൻ ഇല്ല, ഈ ഡയലോഗിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് അഴിഞ്ഞാടി, അത്രേ ഉള്ളൂ. ഈ സീരിയലില്ലേ, ഞാൻ പറയാം ഈ സിനിമയ്ക്കൊക്കെ എന്ന് വെച്ചാൽ പഴയ പോലെ അല്ല, ഒത്തിരി മാറ്റമുണ്ട് ഇപ്പൊ സിനിമ. അഭിനയത്തിൽ തന്നെ മാറ്റമല്ലേ, മൊത്തത്തിൽ മാറ്റമുണ്ട്. പക്ഷെ സീരിയൽ അങ്ങനെയല്ല, പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ ഇപ്പോൾ തന്നെയാണ്. അത് എന്താണ് മാറുക? അത് എന്താണെന്ന് മാറാൻ നല്ല ആക്ടിങ്ങിന്റെ പ്രശ്നമുണ്ട്. ആക്ടിങ്ങിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയാൻ പാടില്ലാത്ത പലരും ഉണ്ട് ഇപ്പോഴും. എന്താണ് ഒരു സംഭവം, ആ സംഭവം ഇപ്പോൾ ഉള്ള ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമുള്ളത് പ്രോമിറ്റിംഗ് ആണ്. ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ വരുന്നവർക്കൊരു വിചാരമുണ്ട്. അപ്പോൾ ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ഞാനും വേറെ ഒരു നടിയും അതിനകത്ത് ഹീറോയും കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭയങ്കര സെൻറ്റിമെൻ്റ് സീനാണ്. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും അഭിനയിച്ചങ്ങ് തകർക്കുക. ആര്? ഞാനും നടിയും. ഹീറോ കേട്ടിട്ട് ഒരു ഇതാന്ന് ഷൂട്ട് കഴിഞ്ഞപ്പോൾ കട്ട് പറഞ്ഞപ്പം അവൾ ചോദിച്ചു, എടാ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിനക്ക് എന്തെങ്കിലും മുഖത്ത് അവൻ പറഞ്ഞ വർത്താനെന്നറിയുക? അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല, അവിടെ പ്രോമിറ്റ് ചെയ്യുന്നുണ്ട്, അത് കേട്ട് പറയുക, പൈസ മേടിക്കുക, അത്രയേ ഉള്ളൂ. പറഞ്ഞാൽ അവൾ ചോദിച്ചു ഇത്രയേ ഉള്ളല്ലേ? അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്ന സംഭവം. അത് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈസി അല്ലല്ല, ഈസി ആയിപ്പോയി. കാരണം അങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് കാശ് കൊടുത്ത് കയറുന്ന ഒരു രീതിയായിപ്പോയി. ബിസിനസ് എന്ന് പറഞ്ഞാൽ അവന്മാരുടെ ബിസിനസ് വന്ന് കയറുന്നവരുടെ. നമ്മളൊരു കാര്യം പറയാം, മോനെ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയോട്ട് നമ്മൾ പറയില്ല. പിന്നെ ആ സമയം ചിലരുണ്ട് കേട്ടോ, അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു തന്നെ ഒന്ന് പറഞ്ഞു തരണേ പറഞ്ഞവരുണ്ട്, അവരുടെ അടുത്ത് നമ്മൾ പറയും. അല്ലാത്ത നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ് മാറുമ്പോഴേ നമുക്കറിയാം, പിന്നെ മിണ്ടുകയില്ല, പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയും. അതാണ് ഇപ്പോഴത്തെ ഈ സീരിയലിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ മോള് ചോദിച്ചതിൻ്റെ ഒരു കാര്യം പറയാം. ഒറ്റ രീതിയിലുള്ള എഴുത്താണ്. 10 സീരിയൽ ഒറ്റ ഡയലോഗായിരിക്കും. എല്ലാ സീരിയലും എടുത്ത് നോക്കിക്കോ, ഈ പറയുന്ന സാധനം തന്നെയായിരിക്കും. പിന്നെ ഒരു കാര്യമില്ലാത്ത ഒരു ഗർഭം തലയണ വെച്ചുകൊണ്ട് കിടന്നിട്ട് 10 സീരിയലിനകത്തുണ്ട്, എല്ലാത്തിനകത്തുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണിനെ 3 പെണ്ണുങ്ങൾ സ്നേഹിക്കുക ചുമ്മാ. അതാണ് സീരിയലിനകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ. പക്ഷെ നമ്മളൊക്കെ അഭിനയിക്കുന്നത് എന്തുകൊണ്ടാണ്? പൈസയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇതറിയാൻ നമ്മൾ പറയാൻ പറ്റില്ല. അത് നമുക്കിത് കേരളത്തിൽ ഇപ്പോൾ പെണ്ണുങ്ങളെ കിട്ടാനില്ല ആണുങ്ങൾക്ക്. പക്ഷേ സീരിയലിനകത്തുണ്ടല്ലോ 4-5 പെണ്ണുങ്ങൾ ആണുങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കാണ്. പ്രായമുള്ളവൻ 2 പിള്ളേരുള്ളവനൊക്കെ. എന്തൊരു കഥയാണ് ഇത്? റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഒന്നുമില്ല. റിയലിസ്റ്റിക് ആയിട്ട് ഒരു സംഭവമില്ല. ഈ പട്ടുസാരി എടുത്ത് മറ്റേ ഇത് വിട്ട് ആരെങ്കിലും കിടന്നുറങ്ങും നമ്മുടെ വീട്ടിൽ? അതല്ല, ചാനലാണ് അതിൻ്റെ മെയിൻ സംഭവം. ഇനിയിപ്പോൾ ചാനൽ തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കാര്യം പറയുക. ചാനലാണ് ഇതിൻ്റെ പ്രശ്നം. അവരാണ് പറയുന്നത് അങ്ങനെ ഇടാവുള്ളൂ, ഇങ്ങനെ ഇടാവുള്ളൂ. എന്താണെന്നറിയാം, ഇന്ത്യയുടെ സിനിമയുടെ വാല് പിടിച്ച് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. റീമേക്കാണല്ലോ മൊത്തം. മലയാളത്തനിമയുള്ള ഒരു സാധനമില്ല. ഞാൻ അവസാനം അഭിനയിച്ച നിലവിളക്കെന്ന് പറഞ്ഞാൽ പുരുഷോത്തമൻ സാറിൻ്റെ ഒരു സാധനമുണ്ട്. അത് ഒരു 15 കൊല്ലമായി റിയലിസ്റ്റിക് ആയിട്ട്. കേരള തനിമ ഒരു സംഭവം ഇപ്പോൾ ഒന്നുമില്ല. എല്ലാം തമിഴും മറ്റതും പിടിച്ച് ഇങ്ങനെ വരിക. നമ്മൾ പിന്നെ അഭിനയിക്കാതിരിക്കുന്നില്ല, കേരളം ജീവിക്കണ്ടേ നമുക്ക്. അതുകൊണ്ടൊക്കെ ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഇക്ക നമ്മളിപ്പോ സ്ഥിരം കാണുന്നത് സീരിയലിൽ ഇപ്പൊ അഭിനയം തുടങ്ങിയെന്ന് വെച്ചു, തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അവർ സീരിയലിൽ അഭിനയിക്കും, സിനിമയിലേക്കുള്ള പ്രവേശനം അവർക്ക് കിട്ടാറില്ല. ഇക്കും ഇങ്ങനത്തെ അനുഭവമൊക്കെ വന്നിട്ടുണ്ടോ? അതെന്താ ഒരു പാറ്റേൺ? അല്ല, അതിനകത്ത് പാറ്റേൺ ഒന്നുമില്ല. അതിനകത്ത് സംഭവം എന്നറിയും, സീരിയൽ അഭിനയം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഇതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പറയുന്നത് കേൾക്കുക, പറയുക. അത് നമ്മൾ കണ്ടിട്ടുണ്ടത്. ഇവിടെ നിന്ന് നടന്നങ്ങോട്ട് നീങ്ങണമെങ്കിൽ 3 മിനിറ്റ് എടുക്കും. ശരിയാ, അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എന്തെങ്കിലും ഒരാൾ മറിച്ച് പറഞ്ഞ ഉടനെ എന്താടാ പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങോട്ടല്ലേ പോവുള്ളൂ. എന്താടാ നേരെ മുങ്ങി ചെല്ലുമ്പോൾ 1 മിനിറ്റ് കിട്ടി. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അത് ഡയറക്ടറാണെങ്കിലും ചെയ്യുന്ന അതാണ്. അവന് ഒരു മിനിറ്റ് ഡ്യൂറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സമയം അവിടെ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ റിയലിസ്റ്റിക്കിൽ നമ്മൾ അതല്ല പറയുന്നത്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താടാന്ന് ചോദിച്ചാൽ എന്താടാ ചോദിക്കാൻ നമ്മൾ ചെല്ലുക എന്നുള്ളതാണ്.
സിനിമയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സംഭവമുണ്ട്, ഇത് നടക്കില്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ചില സമയം കഴിഞ്ഞാൽ അവർ പറയും കട്ട് കട്ടെന്ന് പറയും. പിന്നെ അതല്ലാത്ത ചില ആൾക്കാർ സിനിമയിൽ നിന്ന് വന്നിട്ട് സീരിയലിലൊന്നും അഭിനയിച്ചിട്ടുണ്ട്. പഴയ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഷമി തിലകൻ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ്. ഒരു സീരിയലിൽ വന്ന് അഭിനയിച്ചിട്ട് ഞങ്ങൾ ഈ ഒറ്റ ഷോട്ടെന്ന് പറയും, 20 മിനിറ്റുള്ള ഒരു സീൻ ഒറ്റ ഷോട്ടിലെടുക്കും, കട്ടൊന്നുമില്ല. ട്രോളി വെച്ചിട്ട് കറക്കി കറക്കി എടുക്കും. അതിലൊക്കെ അഗ്രഗണ്യാണ് സുധീഷ് ശങ്കർ എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്കൊന്നും. ഞാനൊക്കെ അങ്ങനത്തെ ഉള്ള ഒറ്റ സീനിൽ അഭിനയിച്ച് പഠിച്ചത് പുള്ളിയുടെ ഒറ്റ ട്രെയിനിങ്ങിലാണ്. അപ്പം പുള്ളി ഈ ഷമ്മി തിലകൻ അഭിനയിക്കാൻ വന്ന് അഭിനയിച്ച് കഴിഞ്ഞിട്ട് പുള്ളി ആദ്യം വിചാരിച്ച് ഞങ്ങളൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു സമയത്ത്. ഇത് കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് നടന്ന സംഭവം. അപ്പോൾ പുള്ളി വന്നിട്ട് ഭയങ്കര പുച്ഛമായിട്ടൊക്കെ വന്നിട്ട് റെഡി ടേക്ക് പോവാം. അപ്പോൾ പറഞ്ഞു സാറേ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, സംഭവം കേൾക്കുന്നു. എടുക്കാൻ വന്ന ഒറ്റ സീനാണ്, 20 മിനിറ്റാണ്. ഇതാണ് സംഭവം. ഒരു കുറ്റാന്വേഷണം അന്വേഷിക്കേണ്ടി വരുമ്പോൾ പുള്ളിയോട് ഞങ്ങൾ കുറേ നിർദ്ദേശങ്ങൾ പറയും. എന്നാൽ പുള്ളി അതൊക്കെ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അതൊരു സംഭവമാണ്. സംഭവം ഒരു റിഹേഴ്സൽ എടുത്തു, 5 റിഹേഴ്സൽ എടുത്തു, 8 റിഹേഴ്സൽ എടുത്തു. പുള്ളിക്ക് കിട്ടുന്നില്ല ഈ സംഭവം. അവസാനം എന്താ പറഞ്ഞാൽ അത് നമുക്ക് ഒന്നുകൂടെ നോക്കാം, ടേക്ക് എടുത്ത് ഞങ്ങൾ പുല്ലുപോലെ പറഞ്ഞു. പുള്ളി നിന്ന് കുഴഞ്ഞിട്ട് അവസാനം പറഞ്ഞ് നടക്കില്ല, ഇത് കട്ട് ചെയ്ത് എടുക്കാനേ പറ്റൂ. സത്യം പുള്ളി പറയുക, സത്യം പറഞ്ഞാൽ ഈ സിനിമയിലുള്ളവന്മാരൊക്കെ ഉണ്ട്, വേറെ തെറിയാണ് പറഞ്ഞത്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു സീരിയലൊന്ന് അഭിനയിക്കണം കേട്ടോ, സമ്മതിച്ചിരിക്കുന്നു മക്കളെ നമ്മളോട്. കൈ തന്നു നമുക്ക്. പിന്നെ അത് കട്ട് ഷോട്ടാക്കിയത്. പിന്നെ അത് ചെല്ലുന്നത് കട്ട്, സംസാരിക്കുന്നത് കട്ട്, ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഇത് ഒറ്റ അടിക്ക് എടുക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്, സീരിയലിലുണ്ട്, അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും ഉണ്ട്, എടുക്കുന്ന ഡയറക്ടേഴ്സും ഉണ്ട്. പക്ഷേ ഇത് അംഗീകരിക്കില്ല. ഇത് അതാണ് പ്രശ്നം. സിനിമയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇവന്മാരുടെയൊക്കെ അസൂയ തന്നെയാണ്. ഞാനിപ്പോഴും പറയും, ഇവനൊക്കെ എന്നെ വിളിച്ചില്ലേ എനിക്കൊരു പുല്ലുമില്ല. ഇവനൊക്കെ അസൂയയാണ്, ഞങ്ങളൊക്കെ അഭിനയിക്കാൻ നിന്നിട്ടുള്ള അസൂയ തന്നെയാണ്. അതുകൊണ്ടാണ് സിനിമയിൽ നമ്മളെയൊന്നും വിളിക്കാത്തത്. സിദ്ദീഖും ഞാനൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള, മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ശ്രീ എന്ന് പറഞ്ഞ സീരിയലിനകത്ത്. കാരണം പുള്ളി വന്നിട്ട് അഭിനയിച്ച് പിന്നെ ഡയറക്ടറോട് പറഞ്ഞ് പുള്ളിയെ പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ, എനിക്ക് പ്രോമിറ്റിക്കൊന്നുമില്ല. എന്നാൽ ഡയറക്ടർ പറഞ്ഞ് ഇല്ല പുള്ളിക്കും പ്രോമിറ്റിക്കൊന്നുമില്ല. പുള്ളി പറഞ്ഞാൽ എന്നോട് പുള്ളി സിദ്ദീഖ് പറഞ്ഞാൽ അത് ശരി അങ്ങനെയല്ലേ. ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞു. ഞങ്ങളെ മേലൊരു സീൻ എടുത്ത് 2 പേർക്കും പ്രോമിറ്റില്ല. അത് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഋഷി നന്നായിട്ട് പറയില്ലേ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ 15 കൊല്ലം നാടകക്കാരനായിരുന്നു, അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പുല്ലുമല്ലെന്ന്. പിറ്റേ ആഴ്ച പുള്ളിയുടെ ഒരു സിനിമയ്ക്കകത്ത് പുള്ളി എനിക്ക് വേഷം തന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. മത്സരിച്ച് കഴിഞ്ഞാൽ വിടുകയല്ലേ ഞാൻ ഒരുത്തനെയും. വാശി തന്നെയാണ്. വേണിച്ചേട്ടനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, നെട്ടുമുടി വേണം. പിന്നെ നരേന്ദ്രപ്രസാദ് സാറുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വേണിച്ചേട്ടൻ ഞാനൊക്കെയാണ് മത്സരിച്ച് അഭിനയിച്ചതെന്നാൽ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ അഭിനയിക്കുമ്പോൾ. പുള്ളി എനിക്ക് ഒരു പടത്തിനകത്ത് വിളിച്ച് ഞാൻ സ്വന്തം എനിക്ക് പോകാൻ പറ്റില്ല. അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി അഭിനയിക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അഭിനയിക്കുമ്പോൾ ഈ ഗ്യാപ്പ് ഇടുന്നത് എന്താണെന്ന് ഋഷിന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പറയാം എനിക്കറിയാവുന്നത്. പുള്ളി പ്രോമിറ്റ് ഇല്ലാതെ പറയില്ല, പുള്ളി കാണാൻ പഠിച്ച് പറയില്ല, പുള്ളിക്ക് കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കറിയാം. എന്നാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ചേട്ടൻ ഡയലോഗ് കിട്ടാൻ വേണ്ടിയില്ലേ എന്താ ഇത് കാണിക്കുന്നത്, ഏതെങ്കിലും കാണിക്കുമ്പോൾ എന്നാ ഞാൻ പോയിട്ട് അപ്പോൾ മറ്റോ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കിട്ടും, പോയിട്ട് വരാം. അതല്ലോ അത് തന്നെയാണ്. കമലഹാസനായിട്ട് പുള്ളി ഇന്ത്യനിൽ അഭിനയിച്ചപ്പം കമലഹാസൻ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ നടനല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഈ പ്രോമിറ്റ് തരുന്നത്? പുള്ളി എനിക്ക് എത്ര വലിയ നടനാന്ന് പറഞ്ഞാലും ശരി എനിക്ക് പ്രോമിറ്റില്ല പറയാൻ പറ്റില്ല. പിന്നെ അതൊക്കെ പറയും, അതൊക്കെയാണ് നടന്മാർ. അല്ല ഞാൻ ഇതൊന്നും അല്ല, ഞാൻ മറ്റേ അവിടെ എന്ന് പറയുന്നവനൊന്നും നടനല്ല, ചുമ്മാ പറയുന്നവനൊക്കെ. ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ചാൻസ് ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്, ശരിയാണോ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടത്. ഈ ഒരുപാട് ഇങ്ങനെ കുനിഞ്ഞിരിക്കാൻ വലിയ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പ്രശ്നമാണ് എനിക്ക്. പക്ഷെ ആ ചാൻസ് ചോദിക്കാതെ സീരിയലിൽ നിന്ന് നല്ല നടന്മാരെ കണ്ടുപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു പരിപാടി കൊണ്ടുപോകില്ല. ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ചെന്ന് അവിടെ കാല് പിടിച്ചിട്ടുള്ള കയറിയന്മാർ മാത്രമേ ഉള്ളൂ. ഒരുത്തനെയും കണ്ടുപിടിച്ചു, മമ്മൂക്ക തന്നെ പറഞ്ഞുള്ള സംഭവമുണ്ട്, ഒരുത്തനെയും ചാൻസ് കണ്ടുപിടിച്ച് നീയൊക്കെ വേഷം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് സത്യം തന്നെയാണ്, കൊടുക്കാനുള്ളതാണ്. പക്ഷേ ഞാൻ അദ്ദേഹമായിട്ട് ഭയങ്കര ബന്ധമാണ്, അത് കുടുംബമായിട്ട്, മമ്മൂക്കായും കുടുംബമൊക്കെ ആയിട്ട്, ഇബ്രാഹിം കുട്ടി, സക്കറിയ ഇവരൊക്കെ ഭയങ്കര ബന്ധമാണ്. എനിക്ക് ചെന്ന് അവിടെ നിൽക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് എനിക്കെന്തോ എൻ്റെ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ. ഇപ്പോഴും അദ്ദേഹമായിട്ട് ഭയങ്കര ബന്ധം ഇബ്രാഹിം കുട്ടിയൊക്കെ ആയിട്ട്. ഞാൻ ജീവിക്കാന്നുള്ള എനിക്ക് വലിയ ഓഡീഷനാകണമെന്നൊന്നുമില്ല, വലിയ പ്രശസ്തനാകണമെന്നുമില്ല. ഇതൊക്കെ മതി. ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും അറിയുന്നുണ്ടല്ലോ, അത് മതി. എല്ലാവർക്കും അറിയാം മലയാള സീരിയൽ, എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു.
പിന്നെ അതേ തീർച്ചയായിട്ടും ഉള്ളൂ. അപ്പോൾ എനിക്കതൊന്നും വലിയ ഇതൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ഇപ്പോൾ ഇബ്രാഹിം കുട്ടിക്കൊക്കെ എന്നെ എപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ പോവില്ല. സാറ് പാചകം നന്നായിട്ട് ചെയ്യും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വീട്ടിലും ഞാൻ ചെയ്യാറുണ്ട്. ആണോ? നല്ല പാചകക്കാരനോ? നല്ല പാചകക്കാരനാണ്, നല്ല പാചകക്കാരനാണ്. ആണ്. അത് എവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്? ഗൾഫിൽ വെച്ച് കിട്ടിയതാണ്. എവിടുന്ന്? ഗൾഫില്? ഗൾഫിൽ ഞാനൊരു 21 വയസ്സിൽ പോയതാണ്. പോയി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് പോയതാണ്. നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വിട്ടിട്ട് പോയതാണ്. എത്ര കൊല്ലം ഉണ്ടായിരുന്നു? ഒരു 7 വർഷം. ചെന്ന് പെട്ടത് നല്ല സ്ഥലത്തായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് ഈ വെക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഓരോ സ്ഥലത്തൂടെ നടന്നു വരുമ്പോൾ നല്ല പുളിശ്ശേരിയുടെ ഒക്കെ മണം വരും. ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കൂടെ നിൽക്കുമ്പോൾ മണം നോക്കട്ടെ, നല്ല പുളിശ്ശേരി ഇവിടെ ഉണ്ടാകുന്നു. ഒരു ദിവസം ഞാൻ ഒരു വീട്ടിലോട്ട് കയറി ചെന്നു. ഒരു വീട്ടിലെ മലയാളികൾ താമസിക്കുന്നത്. അവിടെ കയറി ചെന്ന് ഞാൻ ഇങ്ങനെ എന്ന് ചോദിച്ചു, ഈ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കാരണം അവർ പറഞ്ഞു ഇതൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വന്നിട്ട് പിറ്റേ ദിവസം വീട്ടിൽ വന്നുണ്ടാക്കി. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല കുക്കായി. എല്ലാം ഉണ്ടാക്കും. ഞാൻ ബിരിയാണി ഉണ്ടാക്കണം, അതുണ്ടാക്കും. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം, ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം, മീൻ ഫിഷ് മസാല ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കും. വീട്ടിൽ പാചകം ചെയ്യാറുണ്ട്. വൈഫിനെ സഹായിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. ചിലപ്പോൾ നല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നീ അറിയാം, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഒറ്റയ്ക്കുള്ളൂ ചെയ്യും. പക്ഷെ അവൾ ഹെൽപ്പ് ചെയ്യും. എൻ്റെ സവാള അരിയുന്നു, ഇഞ്ചി അരിയുന്നു, അതൊക്കെ അവൾ ചെയ്ത് തരും. ബാക്കിയൊക്കെ ഞാൻ ചെയ്യും. സാർ ഈ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ട്? അതായത് കുട്ടിക്കാലത്ത് കുറെ സ്കൂളിലായാലും കോളേജിലായാലും എല്ലാ ബന്ധങ്ങളും എൻ്റെ കൂടെ പഠിച്ചവന്മാരെ ഇപ്പോഴും ഞാൻ വിളിക്കാറുണ്ട്. ഇൻഡസ്ട്രിയിലുള്ളവരോ? ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഈ ബന്ധങ്ങളില്ല അതിനകത്ത്. ഇല്ല, എല്ലാവരും ആകെ ഒരു ബന്ധം ഗുഡ് മോർണിംഗ് ആണ്. രാവിലെ അങ്ങോട്ട് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്. ഇതല്ലാതെ വേറൊരു സംഭവമുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി കേൾക്കാറില്ല. പക്ഷേ എൻ്റെ കൂടെ ജീവിച്ചവരും എൻ്റെ കൂടെ പഠിച്ചവന്മാരും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്. ഇപ്പോഴും ഒരു സ്റ്റാറ്റസിൽ മൈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇട്ട് കൊടുക്കും. ഓരോന്ന് കാണുമ്പോഴും ഒക്കെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളൊന്നും ഞാൻ ഇന്നും മുറിച്ചിട്ടില്ല. എല്ലാവരോടും നല്ല ബന്ധം തന്നെ. നാട്ടിലാണ് ബന്ധം? ഇവിടെയും തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. തിരിച്ച് ഞാൻ ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചില ദിവസം 2 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്കാറുണ്ട്. മറെടുത്ത് ഒരു ദിവസം പോയി കറങ്ങി വൈകുന്നേരം തിരിച്ചു വരും. അത് ബന്ധം ഒരിക്കലും ഞാൻ മുറിക്കില്ലത്. ഈ കോളേജിലൊക്കെ പഠിക്കാനും സ്കൂളിൽ നിന്ന് തുടങ്ങാം, എങ്ങനെ പ്രേമമൊക്കെ ഉണ്ടായിരുന്നു? ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കോളേജിൽ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ SSLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ ചാൻസ് ഇങ്ങനെ പത്രത്തിൽ വന്ന് കണ്ടിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു. 10ാം ക്ലാസ്സിൽ 15 വയസ്സ്. അപ്പം അമ്മയോട് മാത്രമേ പറഞ്ഞുള്ളൂ, വാപ്പായോട് പറഞ്ഞ് സമ്മതിക്കില്ല. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് സംഭവമൊക്കെ. പുള്ളി അന്ന് സന്തോഷ് ട്രോഫി കോഴിക്കോട് നടക്കുന്ന വീട്ടിലില്ല. ഉമ്മ എന്നോട് പറഞ്ഞു പൊക്കൂ എന്ന് പറഞ്ഞു. SSLC പരീക്ഷ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഉമ്മക്ക് അത്ര ആഗ്രഹമായിരുന്നു. അതായത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി കിടന്ന് ഉറങ്ങി പറഞ്ഞ കണ്ണെഴുതി തരും. രാത്രിയിൽ ഞാൻ ഉറങ്ങി പറഞ്ഞേ സ്കൂളിൽ ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ കൺപീലിയൊക്കെ കറുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഉണ്ടാക്കി തരുന്ന സംഭവങ്ങളായത്. പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങണം, അതൊക്കെ മുഖസൗന്ദര്യം വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ള എന്നെ പഠിപ്പിച്ച്, എൻ്റെ അമ്മ പഠിപ്പിച്ചിരുന്നതാണ്. പുള്ളിക്കാരിയാണ് പറഞ്ഞു, അപ്പോൾ കൊന്നിയുമ്പോൾ നീ പൊക്കോടാ, SSLC ഒന്നും പ്രശ്നമല്ല, അത് പിന്നെ എഴുതാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് നടക്കുന്നത്. വിദ്യാഭ്യാസം അവിടെ തീർന്നു. ഇല്ല, എവിടെ നിന്ന് അന്നത്തെ കാലത്ത് അവിടെ ഒരു ജോർജ് എന്ന് പറഞ്ഞ തിരുവല്ലക്കാരൻ, അയാളായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോൾ. ഇൻ്റർവ്യൂവിൽ അടർവാസി അവരൊക്കെ ആയിരുന്നു. കണ്ട ഇഷ്ടപ്പെട്ടു സംഭവമല്ല. അവന് സീൻ അഭിനയിക്കാൻ പറഞ്ഞ് ഞാൻ അഭിനയിച്ച് കാണിച്ചു. വിളിക്കും. അന്ന് ലൈൻ ടെലിഫോൺ മാത്രമേ ഉള്ളൂ. എൻ്റെ നമ്പർ എൻ്റെ വീട്ടിലില്ല, അതിലൊക്കത്തെ ഒരു നമ്പർ കൊടുത്തു പോന്നു. ഇയാൾ എന്നെ വിളിച്ചു, ജോർജ് എന്ന് പറഞ്ഞാൽ. അവൻ അന്നത്തെ കാലത്ത് 2000 രൂപ കൈക്കൂലി കൊടുക്കണം. അങ്ങനെ ഉണ്ടല്ലേ ഞാൻ വിളിക്കൂ, അല്ലെങ്കിൽ ഞാൻ വേറെ കൊടുക്കും. ഞാൻ എൻ്റെ ഇല്ലെന്ന്. 2000 രൂപ എന്ന് പറഞ്ഞാൽ അത് 72-ൽ. ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പം നടക്കുന്നത് മൊത്തം ഇത് തന്നെയല്ലേ. ഇപ്പം പൈസ ഇല്ല, കള്ളാണ്. മദ്യം കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ എണ്ണം വരുന്നു. കഴിവുള്ളവനാണ് വന്ന് അഭിനയിക്കുന്നത്. ഇതൊക്കെ ഇത് തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് അവൻ 2000 രൂപ ചോദിച്ചാൽ എൻ്റെ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഇല്ല. ആ ചാൻസ് പോയി. വിദ്യാഭ്യാസം തീർന്നു. പിന്നെയാണ് ഞാൻ നാടകം ഇറങ്ങിയത്. പറഞ്ഞു വന്നത് മറ്റേ റൊമാൻസ് ഉണ്ടായിരുന്നു. റൊമാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ 10-12 എണ്ണമുള്ള സമയം ഉണ്ടായിരുന്നു. അങ്ങനെ സമയം എടുത്തു പോകുന്ന സമയം ഉണ്ടായിരുന്നു. അതായത് അന്ന് സൈക്കിളാണ് മെയിൻ. ഒരു വാടക സൈക്കിൾ എടുക്കും, അരമണിക്കൂർ എടുക്കും. 7 മണിക്ക് ഒരു ട്യൂഷന് പോകുന്നൊരു ബാച്ച് ഉണ്ടാവും. 11 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന ബാച്ച് ഉണ്ടാവും. 3:30 സ്കൂൾ വിട്ട് വരുന്ന ബാച്ച് ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. കുറേ പേർക്ക് എന്നോട് ഇഷ്ടമായിരുന്നു, കുറേ പേർക്ക് അങ്ങോട്ട് ഇഷ്ടമായിരുന്നു എനിക്ക്.
അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ധൈര്യമായിട്ട് പോയി പ്രപ്പോസ് ഒക്കെ അതിൽ അങ്ങനെ അന്നത്തെ കാലത്ത് അതൊന്നും നടക്കില്ല. പേടിയാണ്, വിറയ്ക്കും. ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, പിന്നെ ഒരാളോട് പറഞ്ഞത് എൻ്റെ വൈഫിനോട് മാത്രമാണ്. ആണോ? അത് ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചിയുടെ മോള് തന്നെയായിരുന്നു. അത് ഞാൻ ഗൾഫിൽ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, അതിന് ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. കെട്ടിക്കോളാൻ പറഞ്ഞു. അന്ന് അവളെ തന്നെ എനിക്ക് ഇഷ്ടമെന്നല്ല. അത് അവളുടെ വീട്ടിലും അറിയില്ല. ആ. പക്ഷേ അവളുടെ സഹോദരൻ അറിയായിരുന്നു. ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ അവളെ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നാടാ കുഴപ്പമൊന്നുമില്ല, നീ അവളോട് വിളിച്ച് ചോദിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവളോട് ഞാൻ ചോദിച്ചു. അങ്ങനെ പ്രപ്പോസൽ പറഞ്ഞാൽ അവളോട് മാത്രമേ ഉള്ളൂ. ആണോ? ബാക്കി ഒരുപാട് പ്രണയമൊക്കെ ഉണ്ട്. അത് കുറേയൊക്കെ അവൾക്ക് അറിയുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. കാരണം അവൾ അങ്ങനെയുള്ള ഒരാളാണ്. അവൾക്കറിയാം ഞാൻ അവളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ആത്മാർത്ഥമായിട്ട്. ആ. അല്ലാതെ വേറെ ആരും എൻ്റെ മനസ്സിൽ ആരും ഇല്ലായിരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ടൊന്നും. ചുമ്മാ അന്നത്തെ ആ ടൈമിലുള്ള സംഭവമില്ലേ, ഒന്നിങ്ങനെ പറഞ്ഞ് നടക്കും.